നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. മകരം രാശിക്ക്, അതായത് ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഒക്ടോബർ 2025 ഒക്ടോബർ 18 തൊട്ട് 2025 ഡിസംബർ 5 വരെ ഉള്ള ഏകദേശം 45-48 ദിവസം ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. അതായത് ഇവർക്ക് പ്രധാനമായിട്ടും ഒന്നാമത് തുലാം വൃശ്ചികം മാസങ്ങൾ ഇവർക്ക് സൂര്യൻ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും ആയിരിക്കും. തൊഴിൽ ഭാഗ്യം, സന്താന നേട്ടം, പിതൃഗുണം ഇതൊക്കെ ഉണ്ടാവും. തുലാമാസം, അതായത് ഈ തുലാമാസത്തിൽ സൂര്യൻ തുലാം രാശിയിലായിരിക്കും. അപ്പോൾ പക്ഷേ അത് നീചരാശിയാണ്. അല്പം ഗുണങ്ങൾ കുറയും എന്നാൽ തന്നെയും പൊതുവെ ഇവർക്ക് കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ വരും. പിന്നെ വൃശ്ചിക മാസം ആകുമ്പോൾ വൃശ്ചിക രാശിയിലായിരിക്കും സൂര്യൻ നിൽക്കുക. അപ്പോൾ അത് ഇവരുടെ ലാഭസ്ഥാനമാണ്, 11ാം ഭാവം വൃശ്ചികം രാശി. അപ്പോൾ തുലാം വൃശ്ചിക മാസങ്ങളിൽ തൊഴിൽ പരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ കർമ്മഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് തൊഴിൽ രംഗത്ത് ഒരു തിരക്ക് പിടിച്ച അവസ്ഥയായിരിക്കും, ഭയങ്കര ബിസി ആയിരിക്കും. എങ്കിലും അതെല്ലാം തന്നെ നേട്ടത്തിൽ കലാശിക്കുകയും ചെയ്യും. അതുകൂടാതെ ചൊവ്വ, വ്യാഴം ഇതെല്ലാം തന്നെ അനുകൂലമായിട്ട് വരുന്നു. മൊത്തത്തിൽ ഈ മകരം രാശിക്ക് ഈ പറഞ്ഞ കാലയളവിൽ, അതായത് 2025 ഒക്ടോബർ 18 തൊട്ട് 2025 ഡിസംബർ 5 വരെ പൊതുവെ ഇടിവെട്ട് സൗഭാഗ്യങ്ങളായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത്. ഏകദേശം ശനി, വ്യാഴം, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ 6 ഗ്രഹങ്ങൾ ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ ഈ കാലയളവിൽ അനുകൂലമാണ്. അതുകൂടാതെ ചന്ദ്രനും കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നേട്ടങ്ങളായിരിക്കും. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ പ്രധാനമായിട്ടും രാശി മാറുന്നത് സൂര്യൻ, ചൊവ്വ, വ്യാഴം. ചൊവ്വ നേരത്തെ തന്നെ ഇവർക്ക് അനുകൂലമായിട്ട് വന്നിരുന്നു, ഇപ്പോഴും അനുകൂലമാണ്. അത് ഒക്ടോബർ 18 തൊട്ട് ഈ ഡിസംബർ 5 വരെയുള്ള കാലയളവിൽ അനുകൂലമായിട്ട് തന്നെ നിൽക്കും. ഒക്ടോബർ 27-ാം തീയതി ഇത് ഇവർക്ക് ചൊവ്വ വൃശ്ചിക രാശിയിലും വരും, അതും ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ചൊവ്വ കൊണ്ട് ഇവർക്ക് ഈ കാലയളവിൽ ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ അനുകൂലമായിട്ട് തന്നെ നിൽക്കും. കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും, അതായത് 10ാം ഭാവത്തിലും 11ാം ഭാവത്തിലും ചൊവ്വ അനുകൂലമായിട്ടുള്ള ഫലം തന്നെ തരും. അപ്പോൾ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോൾ ഉള്ള നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. എന്ന് പറയുമ്പോൾ അത് ചൊവ്വ കൊണ്ട് മാത്രമല്ല, ശനിയും വ്യാഴവും ഒക്കെ സൂര്യനുമൊക്കെ ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഉറപ്പിച്ച് പറയാം, പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഇവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കർമ്മഭാവത്തിലും, അതായത് 10ാം ഭാവത്തിലും 11ാം ഭാവത്തിലും ചൊവ്വ അനുകൂലമാണ്. അതുകൂടാതെ ഇവർക്ക് വാഹനയോഗം ഉണ്ടാവും. ഉല്ലാസയാത്രകൾക്ക് അവസരമൊരുക്കും. തീർത്ഥയാത്രയായി മാറ്റിയാൽ നല്ലത് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ സിംഗപ്പൂരും അമേരിക്കയിലും ഒക്കെ പോകുന്നതിന് പകരം കേരളത്തിലും
സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശനം നടത്തിയാൽ അത് തീർച്ചയായിട്ടും കൂടുതൽ ഗുണം ചെയ്യും. മറ്റ് വെളി രാജ്യങ്ങളിലൊക്കെ ഉല്ലാസയാത്ര ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണം പോവുകയും ചെയ്യും, പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകും. പക്ഷേ എന്നാൽ തന്നെയും അത് തീർത്ഥയാത്രയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഗുണകരമാണ്. ഓക്കെ. അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. ചൊവ്വ അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതായത് ഭൂമി സംബന്ധമായ, അതായത് സൂര്യനും ചൊവ്വയും ഒക്കെ അനുകൂലമായിട്ട് വരുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കിട്ടിയ പിതൃസ്വത്തിൽ നിന്ന് പലതരത്തിലുള്ള നേട്ടങ്ങൾ, കൃഷിയിൽ നിന്നോ അല്ലെങ്കിൽ വാടക വീടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം, പിന്നെ ഭൂമി കച്ചവടം വല്ലതും നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതും ഈ കാലയളവിൽ സാധ്യമാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞ അതാണ്. ഭൂമി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. അത് വലിയ നേട്ടങ്ങളായിരിക്കും. അതായത് ഈ പറയുന്ന നേട്ടങ്ങൾ 1000-2000 രൂപയൊന്നുമല്ല, ലക്ഷങ്ങളും കോടികളും ഒക്കെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഇപ്പോൾ സൂര്യൻ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ നീചരാശിയാണ്, സൂര്യൻ്റെ നീചരാശിയാണ് തുലാം രാശി. അപ്പോൾ തുലാം മാസത്തിൽ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതൊക്കെ ഇവർക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. അത് മാത്രമല്ല, നേരത്തെ തന്നെ വല്ല കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ രമ്യമായി പരിഹരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അനുകൂലമായ വിധി കിട്ടുകയോ വല്ലതൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചൊവ്വ അനുകൂലമാണ്. പിന്നെ സൂര്യൻ കൊണ്ട് നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ ലാഭം, പുതിയതായിട്ട് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യത, അതുപോലെ തന്നെ തൊഴിൽ ഉള്ളവർക്ക് തന്നെ തൊഴിൽ രംഗത്ത് ഉയർച്ച, അതായത് പ്രൊമോഷനോ ശമ്പള വർധനവോ അതുപോലെ കിട്ടാനുണ്ടായിരുന്ന കുടിശ്ശിക തുകകൾ, ആനുകൂല്യങ്ങൾ ഒക്കെ ഇപ്പോൾ ഈ കാലയളവിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൂര്യ അനുകൂലമായതുകൊണ്ട് ഈ തുലാം വൃശ്ചിക മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽ പരമായിട്ട് വ്യാപാരികൾക്കാണെങ്കിൽ കൂടുതൽ ലാഭവും ടേൺഓവറും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കും. അതുപോലെ തൊഴിൽ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നത് സമ്പൂർണ്ണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. സൂര്യൻ, ചൊവ്വ, വ്യാഴം, ശനി ഇവയെല്ലാം അനുകൂലമാണ്. അപ്പോൾ രോഗങ്ങൾ വല്ലതും നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും സുഖപ്പെടാനോ അല്ലെങ്കിൽ ശമിക്കാനോ അതിൻ്റെ ശല്യം കുറയാനോ ഒക്കെ സാധ്യതയാണ്. പിന്നെ അതുപോലെ തന്നെ പിതൃതുല്യരായവർക്ക്, അതായത് നിങ്ങളുടെ പിതൃതുല്യരായവർക്ക് പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വരും. സൂര്യൻ അനുകൂലമായതിനാൽ അത് നിങ്ങൾക്കും നേട്ടമാണ്. അതുപോലെ തന്നെ പിതൃസ്ഥാനീയരിൽ നിന്നും, ഗുരുസ്ഥാനീയരിൽ നിന്നും, അതുപോലെ തന്നെ മാതൃസ്ഥാനീയരിൽ നിന്നുമൊക്കെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കും. പിന്നെ സന്താനങ്ങൾ വഴി നേട്ടം, അത് സന്താനങ്ങൾ വഴി നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നത് പോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവർക്കും ഉയർച്ച ഉണ്ടാവും. കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗങ്ങളിലോ ഒക്കെ ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ മുതിർന്ന സന്താനങ്ങൾ വഴി സാമ്പത്തിക നേട്ടം, മറ്റ് രീതിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അവർക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ മകരം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം. അത് ചുമ്മാ നമ്മൾ ന്യൂ ജനറേഷൻ ഭാഷ ഉപയോഗിക്കുന്നതല്ല, ശരിക്കും ഇടിവെട്ട് സൗഭാഗ്യങ്ങളായിരിക്കും വരിക. പിന്നെ വ്യാഴം കൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 7ാം ഭാവത്തിലാണ് വ്യാഴം വരാൻ പോകുന്നത്. ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ. അതിൻ്റെ ബേസിലാണ് ഞാൻ ഇത്
ഈ വീഡിയോ തയ്യാറാക്കിയേക്കുന്നത്. ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ജീവിത പങ്കാളിയായിട്ടുള്ള ഒരു കണക്ഷനാണ് വ്യാഴം ഏഴാം ഭാവത്തിൽ വരുമ്പോൾ. അതായത് ദാമ്പത്യ ജീവിതം സുഖകരമാവും, അതുപോലെ തന്നെ കുടുംബജീവിതം സുഖകരമാവും, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ദൈവാധീനം വർദ്ധിക്കും, വീട് വാഹനം ഒക്കെ കിട്ടാനും അത് പുതുക്കിപ്പണിയാനും, അങ്ങനെ പുതിയ വാഹനം എടുക്കുന്നെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള അതായത് ഭൗതിക സുഖങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും വ്യാഴം അനുകൂലമായിട്ട് വരുമ്പോൾ. അപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ 6ാം ഭാവത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അത് മോശം സ്ഥാനമാണ്. അത് ഞാൻ ഈ ദിനഫലങ്ങൾ ഇടാറുണ്ട്. ഞാൻ ഈ 2 ദിവസം കൂടുമ്പോൾ ദിനഫലം രാശിഫലം ഇടാറുണ്ട്. അത് 12 രാശിക്കാരെ കുറിച്ചും പറയുന്നതാണ്. അതിൽ ഞാൻ പറയുന്നുണ്ട് ഈ വ്യാഴം കൊണ്ട് ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ മകരരാശിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ തീയതി എന്ന് പറയുമ്പോൾ ഒക്ടോബർ 5. ഒക്ടോബർ 5 നിങ്ങൾക്ക് വ്യാഴം അനുകൂലമല്ല, പക്ഷേ ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ അനുകൂലമാണ്. ഭൗതിക സുഖങ്ങൾ, പിന്നെ ഭക്ഷണ സുഖം, അതുപോലെ ശയന സുഖം, പിന്നെ ആരോഗ്യം വർദ്ധിക്കുക. അത് ഞാൻ മുമ്പ് പറഞ്ഞു. അത് ശനി കൊണ്ടും വ്യാഴം കൊണ്ടും ചൊവ്വ കൊണ്ടും സൂര്യൻ കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒക്ടോബർ 18-നും ഡിസംബർ 5-നും ഇടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റും. പിന്നെ വസ്ത്രലാഭം, ആഭരണ ലാഭം, സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ നല്ല ഏറ്റ വിലയാണ്. അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് വഴി വലിയൊരു തുക കയ്യിൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചൊവ്വ അനുകൂലമായതുകൊണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഇതൊക്കെ ആഭരണം ഒക്കെ വാങ്ങിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഒരുങ്ങും. കാര്യം പണം വന്നു ചേരുമെന്നുള്ള ഉറപ്പാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് പണം വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുപോലെ ശനിയും ഇവിടെ അനുകൂലമാണ്. അതായത് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 രാശിയിൽ നിൽക്കുമ്പോൾ, അതായത് ഏകദേശം 30 വർഷത്തിനിടയിൽ 3 സമയത്തെ, അതായത് 7.5 വർഷം, അതായത് 30 വർഷം വേണം നമ്മുടെ ശനി ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വരാൻ, 12 രാശിയിലും കറങ്ങിത്തിരിഞ്ഞ് വരാൻ. അതിൽ തന്നെ 7.5 വർഷം മാത്രമാണ് ശനി അനുകൂലമായിട്ട് നിൽക്കുന്നത് 30 വർഷത്തിൽ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 3-ാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ മകരരാശിക്ക് നിൽക്കുന്നത്. അപ്പോൾ ശനി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വലിയ നേട്ടങ്ങളാണ്. അതായത് 3, 6, 11 ഈ 3 ഭാവങ്ങളിൽ മാത്രമാണ് ശനി നേട്ടങ്ങൾ തരുന്നത്. 2.5 വർഷം ഒരു രാശിയിൽ നിൽക്കും. അപ്പോൾ അത് നമുക്ക് നേട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള കാര്യമാണ്. കാര്യം 30 വർഷത്തിൽ 7.5 വർഷം മാത്രമേ നമുക്ക് ശനി കൊണ്ട് നേട്ടം വരത്തുള്ളൂ. ഓക്കെ, 5-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. പിന്നെ 10-ാം ഭാവത്തിൽ കണ്ടകശനി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കർമ്മഭാവത്തിൽ ശനി വരുമ്പോൾ നേട്ടങ്ങളൊക്കെ കുറേയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ടേ കണക്കാക്കാകത്തുള്ളൂ 5, 9, 10 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ. ഇപ്പോൾ അത്യധികം ഗുണാധിക്യം ശനി വഴി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അത് ഈ കാലയളവ് ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ മാത്രമല്ല, കുറേ വർഷം, 1.5 വർഷം കൂടെ ഇനി ശനി അനുകൂലമാണ്. അപ്പോൾ ശനി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയം, പൊതുരംഗം, പിന്നെ ഏർപ്പെടുന്ന ഏതൊരു കർമ്മത്തിലും നിങ്ങൾക്ക് വിജയസാധ്യതയുണ്ട്. അതുപോലെ സാങ്കേതിക രംഗങ്ങളിൽ നേട്ടമാണ്. അതുപോലെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ശനിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് 2 ലക്ഷവും 3 ലക്ഷവും വരുമാനം വന്നെന്ന് വരും. പക്ഷെ അതുപോലെ അത്യാവശ്യം ചിലവും ഉണ്ടായിരിക്കും. എന്നാൽ തന്നെയും പൊതുവെ ശനി കൊണ്ട്
വളരെ വ്യത്യസ്തമായ രീതിയിൽ വിവിധ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ഭേദപ്പെടും. പിന്നെ ശത്രുക്കൾ പരാജയപ്പെടും. അങ്ങനെ നിരവധി നേട്ടങ്ങൾ ശനിയും കൊണ്ട് ഉണ്ടാകും. ചുരുക്കത്തിൽ ആകെ മൊത്തം ടോട്ടൽ മകരം രാശിക്ക് ഇപ്പോൾ ഇടിവെട്ട് സൗഭാഗ്യം വരാൻ പോവുകയാണ്. ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ ഈ കാലയളവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പുതുതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നെങ്കിൽ ഈ കാലയളവിൽ തുടങ്ങുക. പിന്നെ ഈ പറയുന്ന കണക്ക് ചന്ദ്രൻ്റെ മാറ്റങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് കണക്കാക്കി പറഞ്ഞിട്ടില്ല. കാര്യം 2.25 ദിവസം കൂടുമ്പോഴാണ് ചന്ദ്രൻ മാറുന്നത്. അത് വെച്ച് ഞങ്ങൾ 2 ദിവസം കൂടുമ്പോൾ ദിനഫലം രാശിഫലം ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ മകരം രാശിക്കാർക്കും ഇടിവെട്ട് സൗഭാഗ്യം പൂർണ്ണമായിട്ടും 100% കിട്ടട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.